യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് നീയുമായി അകന്നു നിൽക്കുന്നതിൽ എനിക്ക് യാതൊരു തരത്തിലുമുള്ള സംതൃപ്തിയുമില്ല. ഈ വ്യക്തിയുടെ മനം വിങ്ങുന്നു. ഇതാണ് നമ്മൾ ഇന്നിവിടെ റീഡ് ചെയ്യാൻ പോകുന്നത്. സ്ക്രീനിൽ കാണിക്കുന്നതാണ് 10 ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫർ. അപ്പോൾ ജനുവരി മാസത്തിലെ ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ ഈ സ്ക്രീനിൽ ഓൾറെഡി കൊടുക്കുന്നുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ നല്ല രീതിയിൽ വിചാരിച്ച് ഈ ഒരു റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു സെപ്പറേഷൻ പീരീഡ് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും സ്മൂത്ത് ഗോയിങ് ഒക്കെ ആണെങ്കിൽ പോലും, ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കാം, ലവേഴ്സ് ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്, ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ശരിയായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ മുന്നോട്ട് നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഈ പേഴ്സണ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പേഴ്സണായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല, അവൈലബിൾ ആയിട്ട് കാണിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം നിങ്ങളെ പിരിഞ്ഞിരിക്കുന്നതിൽ ഈ പേഴ്സൺ വളരെ ഹാപ്പിയാണ്, സന്തോഷത്തിലാണെന്നുള്ളത്. പക്ഷെ ആക്ച്വലി ഇറ്റ് വാസ് നോട്ട്. അങ്ങനെയല്ല. ഈ വ്യക്തി വളരെയധികം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പണ്ടത്തെ പോലെ അത്രയും ധൈര്യവും അല്ലെങ്കിൽ ഊർജവും ഈ വ്യക്തിയിൽ നിന്നും കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഇനി അങ്ങോട്ട് കൂടില്ല എന്നല്ല, എനർജിക്ക് വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി വളരെയധികം ക്ഷീണമുള്ളതായിട്ടും അല്ലെങ്കിൽ എന്തിനോടും ഒരു മടുപ്പും അലസതയും ഒക്കെ ആയിട്ട് ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ കല്യാണം കഴിക്കണം അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഒരുമിച്ച് ജീവിക്കണം എന്നൊക്കെ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ മനസ്സുകൊണ്ട് ഈ വ്യക്തി ഒരുപാട് ഇമാജിനേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഇതിനു മുമ്പ് ചിലപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാനും അല്ലെങ്കിൽ നിങ്ങളായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതെല്ലാം തീർക്കാനും വേണ്ടിയിട്ട് ഈ വ്യക്തി ഒരുപാട് പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടാകാം. ഇല്ലെങ്കിൽ ഒരുപാട് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാകാം. പല പദ്ധതികളും ഈ വ്യക്തി ഉണ്ടാക്കിയിട്ടുണ്ടാകാം. അതായത് പലതരത്തിലുള്ള പ്ലാനിങ് ഈ വ്യക്തി ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ അതൊന്നും സക്സസ് ആവാതെ പോയിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത്. അതായത് അതൊന്നും വിജയിക്കാതെ പാഴായി പോയ അല്ലെങ്കിൽ വെറുതെ ആയി പോയ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും കുറച്ച് അകലം പാലിച്ച് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു. അതായത് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, എന്നെ കൊണ്ട് ഇനിയൊന്നും വയ്യ, ഞാൻ ഫ്രീ ആയിട്ട് ഇരുന്നോട്ടെ, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നോളാം, ചിലപ്പോൾ ഇതായിരിക്കാം എൻ്റെ വിധി, ചിലപ്പോൾ ഇതായിരിക്കാം ദൈവം തീരുമാനിച്ചു വെച്ചേക്കുന്നത് എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ കുറച്ചധികം ശാന്തമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മനസ്സിലായി? അപ്പോൾ ശാന്തമായിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ വേണ്ട എന്നല്ല, അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഇനി ഒന്നിക്കണ്ട എന്നുള്ളതല്ല. അതായത് ഈ പേഴ്സൺ ഒരുപാട് പദ്ധതികൾ തയ്യാറാക്കി, ഒരുപാട് പ്ലാൻ ചെയ്തു, പക്ഷെ അതിനനുസരിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നിട്ടില്ല. അതിൻ്റെതായിട്ടുള്ള റിസൾട്ടുകൾ ഈ വ്യക്തിക്ക് കിട്ടിയിട്ടില്ല. ചിലപ്പോൾ അത്രമേൽ തടസ്സങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാകാം. സോ അതുകൊണ്ട് ഈ പേഴ്സൺ എടുക്കുന്ന എഫേർട്ട്, ഈ പേഴ്സൺ എത്രത്തോളം എഫേർട്ടാണോ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള റിസൾട്ട് ഈ വ്യക്തിക്ക് കിട്ടുന്നില്ല. കുറച്ച് എന്താ പറയുക, നെഗറ്റീവ് സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഇപ്പം എന്തെങ്കിലും നമ്മൾ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്നൊക്കെ പറയണ പോലെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എന്താണ്, ഈ പേഴ്സൺ ഒരു ബ്രേക്ക് എടുക്കാം എന്നുള്ള ഒരു മനോഭാവത്തിലാണ് ഇപ്പോൾ ഈ വ്യക്തി എത്തി നിൽക്കുന്നത്. അപ്പൊ ബ്രേക്ക് എടുക്കുക എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങളിൽ നിന്നൊക്കെ കുറച്ചും കൂടി അകന്ന് നിന്ന് ഈ വ്യക്തി മേബി ഒരു സോളോ ട്രിപ്പ്, ഒറ്റയ്ക്ക് ട്രിപ്പ് പോകാനോ, അതായത് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു വിനോദയാത്രക്ക് അല്ലെങ്കിൽ കൂട്ടുകാരായിട്ടോ വിനോദയാത്രക്ക് പോകാനോ, ഒറ്റയ്ക്ക് വിനോദയാത്രക്ക് പോകാനോ, അല്ലെങ്കിൽ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ ദേശാടനം, അതായത് എന്താ പറയുക, തീർത്ഥാടനം എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു ലെവലിലേക്കൊക്കെ പോകാനായിട്ട് നോക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് ദൈവികമായിട്ടുള്ള സ്വപ്നങ്ങൾ ഈ വ്യക്തി കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളായിട്ട് ഒരുമിച്ച് ചേരുന്നതും നിങ്ങളായിട്ട് ഒന്നിച്ച് ജീവിക്കുന്നതും അങ്ങനെ പോലത്തെ ഒരുപാട് സ്വപ്നങ്ങൾ ഈ വ്യക്തി കാണുന്നുണ്ട്. അപ്പോൾ അതിൽ വളരെയധികം സന്തോഷം ഈ വ്യക്തിയുടെ സോളിന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി വളരെയധികം മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. ഈ വ്യക്തി മുന്നോട്ടൊരു തീരുമാനവും എടുത്തില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ മുന്നോട്ടിപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ഒരുപാട് സ്വപ്നങ്ങൾ ഈ വ്യക്തി കാണുന്നുണ്ട്.
മനസ്സിലൂടെ അത് മാനിഫെസ്റ്റേഷൻ ആക്കി എടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് മാനിഫെസ്റ്റേഷൻ ഇവിടെ വർക്കൗട്ട് ആകാനുള്ള സാധ്യതകൾ കൂടുതലായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഈ പേഴ്സൺ ഒരു തീരുമാനം എടുക്കുന്നില്ലായിരിക്കാം, ഒന്നും ചെയ്യുന്നില്ലായിരിക്കാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതെങ്ങനെ ശരിയാകും എന്നുള്ളത്. പക്ഷേ ഈ പേഴ്സൺ ഒരുപാട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. മാനിഫെസ്റ്റേഷൻ ചെയ്താലും ചില സമയത്ത് അത് വർക്കൗട്ട് ആകും. തീർച്ചയായിട്ടും അത് വർക്കൗട്ട് ആകും, അതിന് യാതൊരു സംശയവുമില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനും കൂടി ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പേഴ്സണെ ഒരു നിസാരക്കാരനാക്കിയിട്ട് തള്ളിക്കളയണ്ട. കാരണം ഈ വ്യക്തിക്കും ഈ വ്യക്തി വിചാരിച്ചാലും പലതരത്തിലുള്ള മിറാക്കിൾസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, നമുക്കപ്പോ എന്തായാലും നിങ്ങളായിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നതിൽ ഈ വ്യക്തി സന്തോഷത്തിലൊന്നുമല്ല, വളരെ ദുഃഖത്തിലാണ്. പക്ഷേ ദുഃഖങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി നിൽക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. യു ആർ ജസ്റ്റ് സച്ച് എ നൈസ് പേഴ്സൺ. നിങ്ങൾ അത്രയും നല്ലൊരു വ്യക്തിയാണെന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. അതുപോലെ നിങ്ങളുടെ ഫോൺ കോളോ നിങ്ങളുടെ മെസ്സേജോ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഈ പേഴ്സൺ ഇമാജിനേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വി ക്യാൻ ഇമാജിൻ എ വണ്ടർഫുൾ ഫ്യൂച്ചർ ടുഗെദർ. നിങ്ങളുമായിട്ടുള്ള ഒരുമിച്ചുള്ള ജീവിതം ഈ പേഴ്സൺ മനസ്സുകൊണ്ട് ഇമാജിനേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരുപാട് മാനിഫെസ്റ്റേഷൻ ഈ വ്യക്തി ചെയ്തു കൂട്ടുന്നുണ്ട്. അത് ഏതൊക്കെ സമയങ്ങളിലാണ് അത് പോസിറ്റീവായിട്ട് വർക്കൗട്ട് ആകണേ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ യൂണിവേഴ്സിന്റെ കയ്യിലാണ്. പക്ഷേ ഈ പേഴ്സൺ ഇപ്പോൾ ഒരു ഡിസിഷനും ഒരു കാര്യവും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഈ വ്യക്തിക്ക് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സ്വപ്നം കാണാൻ പറ്റും, അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് കഴിവുള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ അതായത് ഇതിനു മുമ്പ് ഈ വ്യക്തി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷെ അതൊന്നും സക്സസ് ആയില്ല. അപ്പൊ അതിന്റെ ഒരു നിരാശയും കൂടെ ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ജനുവരി മാസത്തിലെ ഡിസ്കൗണ്ട് ഓഫർ ആണ്. 10 ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫർ ആണ്. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. പുതിയ കസ്റ്റമേഴ്സ്, പുതിയ വ്യൂവേഴ്സ്, സബ്സ്ക്രൈബേഴ്സ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.